ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം ചിക്കനൊക്കെ നല്ലപോലെ കഴുകി കുറേയേറെ വെള്ളത്തിൽ കഴുകി നല്ല വൃത്തിയാക്കി വിനീഗറൊക്കെ ഒഴിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കനിലൊക്കെ അത് പിടിക്കുന്ന രീതിക്ക് മിക്സ് ചെയ്യണം കേട്ടോ. ഇന്ന് ചിക്കൻ ഫ്രൈ പ്രിപ്പയർ ചെയ്യുന്നത് ചേട്ടനാണേ. ഇങ്ങനത്തെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്യും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഗൈസ്, നിങ്ങളെല്ലാവരും ഗൗരി പാർവതി വ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളെ. ഇത് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി. അപ്പം ചിക്കൻ ഫ്രൈക്ക് നല്ല കളർ കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരുത്താം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ചൊരു 2 മിനിറ്റ്സ് നല്ലതുപോലെ എല്ലാ പീസിലും ഈ മസാലാസ് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ്, എരിവ് ഇതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേഞ്ച് വരും. പിന്നെ ഞങ്ങൾ ഇതിലേക്ക് ഒരു 3/4 സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറും. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഇതൊന്ന് മാരിനേറ്റ് ആവാൻ വച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ മസാലയൊക്കെ നല്ലതുപോലെ ചിക്കൻ പീസിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഞങ്ങളിത് ഉച്ചയ്ക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് പുരട്ടി വെച്ചിട്ട് ഞങ്ങളിത് രാത്രിയാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അത്രയും നേരം ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് ആ മസാലയൊക്കെ ചിക്കൻ പീസിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഫ്രഷ് കറി ലീവ്സാണ് ഇത്. എൻ്റെ ഫ്രണ്ട് തന്നതാണ്, അപ്പോൾ അതാണ് കുറച്ച് അധികമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഫ്രഷ് കറിവേപ്പില കിട്ടുന്ന വളരെ റെയറാണല്ലോ. അപ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ മാക്സിമം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് ഒക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ നമുക്കതിനെ ഫ്രിഡ്ജിൽ വെക്കാം. നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ടൈം നിങ്ങളൊന്ന് അത് മസാല പിടിക്കാനായിട്ട് കുറച്ച് സമയം വച്ചേക്കണം. ഇപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും ഓരോരോ പീസായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് നിറച്ചിടണ്ട, നമുക്ക് ഇളക്കാൻ പാകത്തിനായിട്ട് ഇട്ടാൽ മതി പീസ്. ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ സൈഡും വേവുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഗൈസ്, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഈ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ട് അതും കൂടെ മൂപ്പിച്ച് ചിക്കൻ ഫ്രൈയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡിന്നർ
പുട്ടും ചിക്കൻ ഫ്രൈ ആയിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ബൈ ബൈ ഗായ്സ്.